ദിവസം വടകര സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത തലശ്ശേരി സ്വദേശി റഹീമിനെ ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളും അശ്ലീല വീഡിയോകളും കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിനായി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി റഹീമിനെ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നൂറുകണക്കിന് പെൺകുട്ടികളുമായി സൗഹൃദം പങ്കുവെക്കുന്ന റഹീം സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ വശീകരിച്ച് ഭീഷണിപ്പെടുത്തി അശ്ലീല വീഡിയോ അയപ്പിക്കുകയാണ് പതിവ്. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി തുടങ്ങിയ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പ്രതി പെൺകുട്ടികളുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും പിന്നീട് മറ്റു പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് വിവിധങ്ങളായ ടാസ്കുകൾ നൽകി അവരെ ഭീഷണിപ്പെടുത്തി വീഡിയോ കോളിന് നിർബന്ധിക്കുകയാണ് പതിവ്. തലശ്ശേരി സ്വദേശിയായ മുഹമ്മദ് സലീം ഞങ്ങളുടെ വലയിലാവുന്നത് പ്രധാനമായും ഒരു പെൺകുട്ടിയുടെ പരാതി സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ആ പരാതിയിൽ ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ സുഹൃത്തിൻ്റെ വ്യാജേന ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ആ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ആ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുകയും അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ തൻ്റെ ആൻറ്റി വിളിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഈ ആൻറ്റി ഈ പെൺകുട്ടിയെ വിളിക്കുകയും ഈ പെൺകുട്ടിയോട് അവളുടെ നഗ്ന ശരീരം കാണിക്കാൻ വേണ്ടി പറയുകയും ആ പെൺകുട്ടി അങ്ങനെ ചെയ്യുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടിയെ പ്രതി നിർബന്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് പെൺകുട്ടി പരാതിയുമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അതിൻ്റെ ഫലമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള പരാതികൾ വന്നിട്ടുണ്ടെന്നും പല പെൺകുട്ടികളും ഭാഗ്യത്തിന് ഈ പ്രതിയുടെ വലയിൽ അകപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രതിയുടെ വാട്സപ്പ് ID യും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം IDയുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ വേണ്ടി മെറ്റയുടെ ലീഗൽ ഏജൻസിക്ക് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയും ആ മെറ്റയുടെ ലീഗൽ ഏജൻസിയുടെ മറുപടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി മറുപടി വന്നതിൻ്റെ ഫലമായി ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ID യും വാട്സപ്പ് ID യൊക്കെ ഉപയോഗിച്ചിരുന്നത് തലശ്ശേരി സ്വദേശിയായിരുന്ന മുഹമ്മദ് സലീം ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോണിൽ നിന്നും നിരവധി പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളും അശ്ലീല വീഡിയോകളുമാണ് കണ്ടെത്തിയത്. പലരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. വയനാട്ടിൽ ഇപ്പോൾ ഒരു കേസ് നിലവിലുണ്ട്. അശ്ലീല വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ് പ്രതിയുടെ രീതി. ഒരേ സമയം നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് വിദഗ്ധമായി ചാറ്റ് ചെയ്താണ് ചതി നടത്തുന്നത്. നിരവധി പെൺകുട്ടികളുടെ വീഡിയോ ആണ് പ്രതിയുടെ കയ്യിലുള്ളതെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി പെൺകുട്ടികൾ റഹീമിന്റെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. വടകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിശദമായ അന്വേഷണത്തിനും കൂടുതൽ പ്രതികളുണ്ടോ എന്നറിയാനും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കുറച്ച് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോസ് ആ മൊബൈലിൽ നിന്നും കാണുകയുണ്ടായി. അങ്ങനെ പ്രതിയെ കൂട്ടക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പ്രതിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വ്യാജ ഇൻസ്റ്റഗ്രാം ID ഉണ്ടാക്കി പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവരുടെ ഈ വാട്സപ്പ് നമ്പർ വാങ്ങി വാട്സപ്പിലൂടെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുകയും പിന്നെ അവരോട് അവരുടെ ഇൻസ്റ്റഗ്രാം ID സേഫ് അല്ല, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവരുടെ പാസ്വേഡ് വാങ്ങുകയും അവരുടെ ഇൻസ്റ്റഗ്രാം IDയിലേക്ക് കടന്നു കയറി പ്രതി അവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും അവരുടെ ചാറ്റും എല്ലാം മനസ്സിലാക്കുകയും അങ്ങനെ നിരവധി പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പലരെയും ഭീഷണിപ്പെടുത്തുകയും പലരുമായിട്ട് സൗഹൃദത്തിലാവുകയും ഒക്കെ ചെയ്ത് അവിടെ നഗ്ന വീഡിയോസ് പകർത്തുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രകടനക്കാരനാണ്